ഒരുവിധം അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഒരു വടി വെച്ചിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്യാം. ഇതേപോലെ കേട്ടോ. ഈ തുരിശ് നമ്മൾ വെള്ളത്തിൽ ആക്കി കഴിഞ്ഞാൽ അതിലുള്ള ഈ കോളി ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ കോഴിക്കുട്ടികൾ വന്ന് ഫസ്റ്റ് ഡോസ് വാക്സിൻ ലസോട്ട കൊടുക്കുമല്ലോ, അതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം കൊടുക്കേണ്ടത്. ഡിസൈനർ മീറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് ബേസിക്കലി അവരെന്താണോ കഴിക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ അവരുടെ ശരീരത്തിലൂടെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല വിഷയം, നമ്മൾ കഴിക്കുന്ന പിന്നെ മൃഗമായിക്കോട്ടെ അല്ലെങ്കിൽ പക്ഷികളായിക്കോട്ടെ അതെന്ത് കഴിക്കുന്നുള്ള നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കും. ഇതാണ് ഡോക്ടർ പറയുന്നത്. അതായത് നമുക്ക് മീറ്റ് ഡിസൈൻ ചെയ്യാമെന്ന്, എന്താണ് അതിന് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇൻപുട്ട് ഇപ്പോൾ ബെറ്റർ ഇൻപുട്ടാണ്, അതായത് ക്വാളിറ്റി ഉള്ള ഫീഡോ അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഫുഡാണ് ചിക്കന് കൊടുക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മീറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ തുരിശാണ്, ആൻറ്റിബയോട്ടിക്കാണ്, മറ്റുള്ള കെമിക്കൽസാണ് ചിക്കന് കൊടുക്കുന്നതെങ്കിൽ ചിക്കൻ നമ്മൾ ഔട്ട്പുട്ട് തരുന്നതോ വിഷമുള്ള മീറ്റായിരിക്കും, ക്വാളിറ്റി ഇല്ലാത്ത മീറ്റായിരിക്കും. അത് കഴിച്ചാൽ നമ്മുടെ അവസ്ഥയോ? നമുക്കധികം ആയുസ്സുണ്ടാവുമോ സുഹൃത്തെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ലത് കഴിച്ചാൽ നമ്മളെ നല്ല ശരീരം ഉണ്ടാവുകയും നമ്മൾ മോശമുള്ളത് കഴിച്ചാൽ ആരോഗ്യമില്ലാത്ത മോശപ്പെട്ട ശരീരം നമ്മൾ ഗ്രാജുവലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചിക്കന് കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ തുളസി, അതുപോലെ തന്നെ ആടലോടകം, അതുപോലെ മഞ്ഞൾ, തിപ്പലി, അതുപോലെ കഞ്ഞിക്കുറുക്കടലൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ ജ്യൂസാക്കിയിട്ട് ഇതുപോലെ ജ്യൂസാക്കിയിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കും. അതും അവർക്ക് സ്ട്രെസ് ഫ്രീ ആണ്. നമ്മൾ ഈ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ്സില്ല. കെമിക്കൽ സ്ട്രെസ് ഉണ്ടല്ലോ, അത് കഴിച്ചു കഴിഞ്ഞാലുള്ള അവർക്കൊരു മൈൻഡ് റെസ്റ്റ് അതൊന്നും അവർക്ക് വരുന്നില്ല. നല്ല നീറ്റ് ആൻഡ് കൂളായിട്ട് അവർ കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ നല്ല പവർഫുള്ളായിട്ട് ഇമ്മ്യൂണിറ്റി പവറായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി നല്ല ന്യൂട്രിയൻസാണ് ഈ ഇലകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, അസുഖങ്ങളൊന്നും വരുന്നില്ല. ഇത് നമ്മളെ കുഞ്ഞുമക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് ഡെമോ ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉണ്ടോ. അവർ നല്ല ഈസി ആയിട്ട് അവർ കുടിക്കുന്നു. അവർക്കൊരു മടിയില്ലാതെ അവർക്ക് എൻജോയ് ചെയ്തിട്ടാണ് അവർ ഈ വെള്ളം കുടിക്കുന്നത്. ഈ തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇവരെ മീറ്റ് നമുക്ക് വിശ്വാസത്തോടു കൂടെ നമ്മൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ ഭാവി തലമുറ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അസുഖങ്ങളില്ലാത്തൊരു ലൈഫ് മുന്നോട്ട് നമ്മൾ കണ്ടിട്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ അയൽപ്പക്കത്തായിക്കോട്ടെ എല്ലായിടത്തും അസുഖങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു നിരയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാത്ത ദിവസങ്ങളില്ല. അതല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹിക്കണ്ടേ? ഈ സഹിക്കുന്നതൊക്കെ നമ്മൾ തന്നെയല്ലേ. നമ്മൾ ചികിത്സ ഓക്കെ, നമ്മൾക്ക് ക്യാഷ് കൊണ്ട് നമ്മൾ ചികിത്സിക്കാം. പക്ഷേ ഈ വേദനയൊക്കെ നമ്മൾ ആരോട് പറയും? നമ്മൾ തന്നെ സഹിക്കണ്ടേ? അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ, അത് ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, മാക്സിമം നല്ലത് മാത്രം മേടിച്ച് കഴിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല, മൈൻഡും കൂടി വേണം, മനസ്സും കൂടെ വേണം. കാരണം നമുക്ക് ഒരുപാട് വലിയ വീടോ കാറോ അല്ലെങ്കിൽ നമുക്ക് ലക്ഷറീസ് ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ 50-60 തികയില്ല. ഇപ്പം നമ്മളെ മക്കളൊക്കെ അവസ്ഥ, നമുക്കൊക്കെ കുറച്ചെങ്കിലും ക്വാളിറ്റിയുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഫാസ്റ്റ് ഫുഡിലേക്കാണ് പോകുന്നത്. അവരൊക്കെ ആ ഒരു തരത്തിലേക്കാണ് പോകുന്നത്. മാക്സിമം അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലൊരു നാളേക്കായിട്ട് നമ്മൾ അവരൊക്കെ ട്രെയിൻ ചെയ്യുക, വളർത്തുക. കാരണം നമ്മൾ വെറും എൻജോയ്മെൻറ്റും മറ്റും നോക്കിയാൽ പോലെ ഇപ്പോഴത്തെ ഒരു ജീവിതാവസ്ഥ നമ്മൾ നോക്കി മുന്നോട്ട് പോയാൽ പോരാ. നമ്മൾ ഇനിയുള്ള ലൈഫ്, ഇനിയുള്ള മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടെയുള്ളൊരു വലിയൊരു ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ 2002 ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെറും 300-400 പിന്നെ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 3000 ആളുകളാണ്